കോഴിക്കോട് മറിപ്പുഴ കുണ്ടൻതോട് ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും KSEB പിന്മാറാൻ ശ്രമിക്കുന്നതായ ആരോപണം. പദ്ധതിക്കായി ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്നാണ് ആരോപണം. അതേസമയം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് ലിൻഡു ജോസഫ് MLA ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 2006 6.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മറിപ്പുഴ കുണ്ടൻതോട് ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ച ആലോചനകൾക്ക് തുടക്കമിടുന്നത്. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ സമീപത്താണ് 150 കോടി രൂപ ചിലവുള്ള പദ്ധതി. മറിപ്പുഴ ഭാഗത്ത് വെള്ളം തടഞ്ഞു നിർത്തി കനാൽ വഴി 2 കിലോമീറ്റർ താഴെ മുത്തപ്പൻപുഴയിലെ പവർ ഹൌസിൽ എത്തിച്ചാണ് വൈദ്യുതോൽപാദനം ലക്ഷ്യമിടുന്നത്. മുൻ മന്ത്രി MM മണിയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുത്തു. നാട്ടുകാരെയെല്ലാം കുടിയൊഴിപ്പിച്ചെങ്കിലും തുടർ നടപടികളിലേക്ക് KSEB കടന്നിട്ടില്ല. ടെൻഡർ പൂർത്തീകരിച്ച ശേഷം ലാഭകരമെങ്കിൽ മാത്രമേ പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂ എന്നായിരുന്നു KSEBയുടെ നിലപാട്. കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ KSEBയുടെ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഭൂമി മാത്രം ഏറ്റെടുക്കുക, കാർഷിക വിളകൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ അദ്ദേഹം അത് കോടതി ന്യായമായ ആവശ്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതിക്കെതിരെ നിന്നു എന്നുള്ളതല്ല. അപ്പോൾ ന്യായമായ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്തു. ഈ KSEB അതിനെതിരെ പോയി. സ്വാഭാവികമാണല്ലോ. അപ്പോൾ ആ കേസിൻ്റെ നടപടികൾ അന്തിമമാവുന്നതോടുകൂടി അതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കും. അദ്ദേഹത്തോട് നേരത്തെ സംസാരിച്ചിരുന്നു. ഒരു അഡ്വാൻസ് പൊസിഷൻ എന്ന രൂപയ്ക്ക് നൽകി നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 28 പേരുടെ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ 25 പേരുടെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. DLPC യോഗം വഴിയാണ് ഏറ്റെടുക്കലും വില നിശ്ചയിക്കലും നടന്നത്. KSEB ഏറ്റെടുത്ത ഈ മറിപ്പുഴ പദ്ധതി ഇന്നും പ്രാവർത്തികമാകാതെ ഇവിടെ കിടക്കുകയാണ്. 28 പേരുടെ സ്ഥലം അക്വയർ ചെയ്യൽ പോലും ഇന്ന് KSEBനെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിരവധി ജോലിക്കാർ സേവനം അനുഷ്ഠിച്ച് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഇവിടെ നിന്നിട്ടും ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇന്നും ഈ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ 25 പേരുടെ സ്ഥലം മാത്രമാണ് DLPC മീറ്റിംഗ് വഴി വില കൊടുത്ത് എടുത്തത്. അങ്ങനെ എടുത്തതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന കർഷകർക്ക് ശരിയായ അക്വയർ ചെയ്ത വില പോലും കിട്ടിയിട്ടില്ല. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ KSEBയുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ ഒരു കർഷകൻ കോടതിയെ സമീപിക്കുകയും ചെയ്തു. 10 വർഷം മുമ്പ് DLPC മീറ്റിംഗ് ഇവിടെ കലക്ടറുടെ മുമ്പാകെ ഞങ്ങൾക്ക് ഭൂമിക്കും കൃഷിക്കും വിലയിട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ച് ഭൂമിയുടെ വില കൃഷിയുടെ വില കണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മാന്യമായിട്ടൊരു വില കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പദ്ധതി ഒന്നും നടത്താണ്ട് വന്നു. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പദ്ധതി നടത്താണ്ട് വന്നപ്പോൾ ഞങ്ങൾ സമരമായിട്ട് ഇവിടെ KSEBയുടെ ഓഫീസിൽ പോയി. അന്നേരം ഇവർ പറഞ്ഞു നമ്മുടെ കൃഷിയുടെ പൈസ ഒഴിവാക്കുകയാണെങ്കിൽ പൈസ രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പദ്ധതി നടത്തിയില്ല. 2013 ആക്ട് പ്രകാരം എനിക്ക് ഭൂമിക്ക് വില തരണമെന്ന് പറഞ്ഞു. അവർ തരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. സ്ഥലമളന്ന് കല്ലിട്ട് തിരിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വില നിശ്ചയിച്ച് സമ്മതപത്രവും എഴുതി വാങ്ങിയ ശേഷമാണ് ഇപ്പോൾ KSEBയുടെ മലക്കം മറിച്ചിൽ. 5 രൂപ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ പദ്ധതി ലാഭകരമാകൂ. അതിൽ കൂടുതൽ ഉൽപ്പാദന ചെലവ് വരുമെങ്കിൽ പദ്ധതി ഉപേക്ഷിക്കുമെന്നാണ് KSEBയുടെ നിലപാട്. എന്നാൽ KSEBക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകി പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങൾക്കിപ്പുറവും മറിപ്പുഴ ജലവൈദ്യുത പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതെന്തുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ചോദ്യം. ഇതിനുത്തരം നൽകേണ്ടത് സർക്കാരാണ്. സുൽത്താനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.